വജ്ര രചന ഹിമാനവീൻ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കുറച്ച് നാളത്തേക്ക് അച്ഛൻ പറയും വരെ എബിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പാടില്ലെന്ന് പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ ചാട്ടവാറേറ്റുന്ന പോലെ അവൻ അവളിൽ നിന്ന് പിടിവിട്ടിരുന്നു. മുഖം കുനിച്ച് രണ്ടടി പുറകിലേക്ക് വിട്ടു നിൽക്കും മുമ്പേ വജ്ര അവന്റെ കൈ പിടിച്ച് വലിച്ച നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ആളുടെ നെറുകയിലേക്ക് അവന്റെ കണ്ണുനീരിറ്റു വീണു. മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആ നെറുകയിലേക്ക് ശക്തിയോടെ ചുണ്ടമർത്തി അതേ നിൽപ്പ് നിന്നു. അച്ഛൻ്റെ വാക്ക് മറികടന്ന് ഇന്നീ രാത്രി ഞാനിവിടെ ഇങ്ങനെ ഈ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നതിനൊപ്പം ഒരു ഉറപ്പ്, എൻ്റെ എബിക്കിനി വേണം. ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ എബിക്ക് പറ്റും. നിരപരാധിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. ആ ക്രിമിനൽസിന് ഇനി പുറലോകം കാണാൻ കഴിയാത്ത വിധം ശിക്ഷ നേടിക്കൊടുക്കാനും പറ്റും. എനിക്ക് വേണ്ടി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി. അതിന് യുദ്ധം തന്നെ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടെ? എൻ്റെ അച്ഛനെ നമ്മൾ ഒരുമിച്ച് തന്നെ ഡീൽ ചെയ്യൂലേ? ഇത്തിരി സമയം കൊടുക്കാൻ നമുക്ക് അച്ഛന്. ഇപ്പോൾ ഉള്ളിൽ പേടിയാ. എബിയെ ഇഷ്ടമില്ലായിട്ടല്ല, എന്നുള്ള ഇഷ്ടക്കൂടുതലുണ്ടാ. മുഖമുയർത്തിയ കാവളിൽ കൈവച്ച് കണ്ണെടുക്കാതെ നോക്കുന്നവളെ ഒരിക്കൽ കൂടി അവൻ അണച്ചു പിടിച്ചു. എന്നെ എന്നേക്കുമായിട്ട് മറക്കാൻ പറഞ്ഞായിരിക്കൂടി. ചിലമ്പിച്ചു പോയിരുന്ന വാക്കുകൾ അത്രയും. ഞൊടിയിടയിൽ തോളിൽ നിന്നവന്റെ മുഖം പിടിച്ചുയർത്തി. ഒരിക്കലും അത് സംഭവിക്കില്ലെന്ന് അച്ഛനെ എന്നെ അറിയാം എബി. മുത്തശ്ശനെയോ നാട്ടുകാരെയോ നോക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞെങ്കിൽ എബി എനിക്ക് എന്താണെന്ന് എൻ്റെ മനസ്സറിയുന്ന അച്ഛനെ തിരിച്ചറിയാതിരിക്കാൻ കഴിയൂ? അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയാം അച്ഛന. എന്നാലും നിന്നെ കൂടി അപകടത്തിലേക്ക് ഇടാൻ ജീവനുള്ളപ്പോൾ സമ്മതിക്കും ഞാൻ. എൻ്റെ പപ്പകളെ എപ്പം ആരും ഇത്ര മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവരെ പൂട്ടാനുള്ള തെളിവിലേക്കൊക്കെ എത്തി നിൽക്കുക. പക്ഷെ അച്ഛൻ്റെ പേടി വെറുതെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്ക്. എബിൻ മാത്യൂസിനെ വിശ്വസിക്കണമെന്ന് തോന്നാൻ മാത്രം എൻ്റെ കയ്യിലൊന്നും എനിക്ക് ആളവൻ്റെ കൈ രണ്ടും പൊതിഞ്ഞു പിടിച്ച് കണ്ണീരൊഴുകുന്ന ആ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു. ആളും കരയുകയായിരുന്നു. മിണ്ടാരെങ്കിലും പറ്റാതെ എനിക്ക് ഭ്രാന്തി പിടിച്ചു പോവച്ച. തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൻ ഒരിക്കൽ കൂടി നെറുകയിൽ അമർത്തി ചുംബിച്ച് എബിയെ ചുറ്റിപ്പിടിച്ച കൈകളൊന്നുകൂടി മുറുക്കിയവൾ. എബി, അവിടുന്ന് ആരുടെയെങ്കിലും ഫോണിൽ എന്നെ വിളിക്കുമോ? എന്നുമല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. പറ്റാഞ്ഞിട്ടാ? വിളി കേൾക്കാതെ അവന് പറയാനുണ്ടായിരുന്നു അത് മാത്രമായിരുന്നു. ഈ കാര്യത്തിൽ നമുക്കല്പം കാത്തിരുന്നോടെ എബി. ദയനീയമായി നോക്കി അവൾ അവളുടെ നിസ്സായത പറഞ്ഞറിയിക്കുമ്പോൾ കണ്ണൊന്ന് ഇറുക്കി അടച്ചു തുറന്ന് നെറ്റിയിൽ അമർത്തി ചുംബിച്ച് എബിയും ദീർഘനിശ്വാസമെടുത്തു. 5 കൊല്ലം കാത്തിരുന്നല്ലേ? മനസ്സ് നിറച്ച് നീ എന്നെ നിന്റേതാണെന്ന് എത്ര തവണ വിളിച്ചു പറഞ്ഞു. പ്രണവിനോട്, മുത്തശ്ശനോട്, ഈ നാട്ടുകാരോട്, എല്ലാത്തിനും മുകളിൽ നിന്റെ എല്ലാമായ അച്ഛനോട് തന്നെ എന്നെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ സ്നേഹത്തിന് നീ തന്ന സ്ഥാനമുണ്ടല്ലോ, അതിനെൻ്റെ ജീവനേക്കാൾ വിലയുണ്ടടി. ആ നിന്നെ മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ജീവൻ കൊണ്ട് നടക്കുന്നതിൽ എന്താടി അർത്ഥം? ഒത്തിരി പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും മറുപടിയായി എൻ്റെ അമ്മയുടെ കൃഷ്ണനും പപ്പയുടെ കർത്താവും കൂടി തന്നതാ നിന്നെ എനിക്ക് ഇന്ന് ഓരോ നിമിഷം ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ജീവിക്കണം, നമുക്ക് എല്ലാവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടെ ഒന്നിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോവാനും എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാ ഞാൻ. ജതിനങ്ങൾ പറഞ്ഞ പോലെ ഇത്തിരിയല്ല, ഈ ഒത്തിരി സങ്കടം നമുക്ക് ഒരുമിച്ച് സഹിക്കാം. എല്ലാത്തിനൊടുവിൽ എനിക്കിതിനെ വേണമെന്ന് മാത്രം. പ്രിയപ്പെട്ടവളുടെ നനഞ്ഞ കൺപീലികളിൽ അവന്റെ ചുംബനങ്ങൾ ഒരിക്കൽ കൂടി എഴുതപ്പെട്ടു. മിഴിനീർ കുടയുന്ന ആ പീലികൾ അവളുടെ ചുണ്ടുകളും പിൻവാങ്ങാനാവാതെ പറ്റി നിന്നു. ആദരങ്ങളിൽ അവളുടെ കണ്ണീരിറ്റ് വീണ് ക്ഷാരരസം പടർന്ന മാത്രയിൽ വിതുമ്പിപ്പോയി. ഇനിയും എന്ന് കാണുമെന്നൊരു ചോദ്യം ചോദിക്കും പോലെ, അളരാൻ വയ്യെന്ന പോലെ അവനൊരിക്കൽ കൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പ്രണവ് കാത്തു നിൽക്കുന്ന എബി, ഇനിയും വയ്യ, പോട്ടെ ഞാൻ? ഇടർച്ചയോടെ ചോദിച്ച് നെഞ്ചിൽ നിന്ന് മുഖമടർത്തുന്ന നേരം പറഞ്ഞതെല്ലാം ഒരു നിമിഷം വിസ്മരിച്ച പോലെ ആള് തന്നിലേക്ക് തന്നെ വലിച്ചു ചേർത്തു എബി. ഹൃദയം പിടയുന്ന അവൾക്ക് കേൾക്കാമായിരുന്നു. കണ്ണുകൾ കണ്ണീരിന്റെ പാടെ അടർത്തി. എബി, നെഞ്ചു പിടച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിളിച്ചു. എക്സാമിന് കാണാമെന്ന് പറഞ്ഞ് ആശ്വസിച്ചെങ്കിലും അന്നത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഏതായിരിക്കുമെന്ന് എന്നോർത്തുള്ള ആശങ്കയും മിണ്ടാനുള്ള സാഹചര്യം ഒരുക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന ചിന്തയും കരിന്തകൾ ദംശിക്കും പോലെയുള്ള കൊടിയ വേദന പടർത്തുന്നത് അറിയുന്നുണ്ട്. എന്നിരുന്നാലും എന്നേക്കുമായി ഒരുമിക്കാൻ വേണ്ടിയല്ലേ, ഒരാത്മാവാൻ കാക്കുന്നതല്ലേ അവൻ നമുക്ക് വേണ്ടി. എബിയുടെ ശബ്ദം മുറിഞ്ഞു. കുറച്ചപ്പുറം മാറി പിന്തിരിഞ്ഞു നിൽക്കുന്ന പ്രണവിലേക്ക് അവന്റെ കണ്ണുകളെത്തി നിന്നു. വജ്രക്ക് തിരിച്ചറിയാനാവില്ലെങ്കിലും തനിക്കറിയാം ആ ഉള്ളിൽ കനൽ പോലെ എരിയുന്ന അവളോടുള്ള അവന്റെ സ്നേഹം. ജീവൻ പോകുന്ന വേദനയോടെ അവള് തന്നിലേക്ക് അടർത്തി തന്ന് തങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി കാവൽ നിൽക്കുന്ന പ്രണവിനെ നിറകണ്ണുകളോടെ ഒന്ന് നോക്കി.
ഷോൾഡറിലേക്ക് മുഖം ചരിച്ച് കണ്ണീരൊപ്പുന്നവനെ കാണുകെ മനമൊന്ന് പൊള്ളിയോ. നിന്നെ ഞാൻ ഇന്ന് ഒത്തിരി സ്നേഹിക്കുന്നു പ്രണവ്. മൗനമായി പറഞ്ഞ വജ്രയുടെ നെറ്റിൽ ഒരിക്കൽ കൂടി അമർത്തി ചുംബിച്ചു. അവൻ നമുക്ക് വേണ്ടി എന്നും ഉണ്ടാവും എബി. ഇപ്പം ഞാൻ ആഗ്രഹിച്ച പ്രണവാണത്. നിനക്ക് എന്ത് സഹായത്തിനും അവൻ കൂടെ നിൽക്കുന്നു കൂടി പറഞ്ഞു. വല്ലാത്തൊരു ധൈര്യം അപ്പം മുതൽ. പ്രണവിൽ നിന്ന് കണ്ണെടുത്ത് അവൾ പറഞ്ഞു കേട്ട് പതിയെ മൂളിക്കൊണ്ട് നോവോടെ ഒന്ന് ചിരിച്ച് എബിയോടെ കവിളിൽ പതിയെ തലോടി. പോയിക്കോ, ജിതനങ്ങൾ നിനക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ തീർത്താലും എൻ്റെ എന്ത് വേണ്ടപ്പെട്ടവരെയും കൂടി കരുതുന്നതിൻ്റെ ഒപ്പം നീ അറിയാത്തന്നെ ഉണ്ടാകും എന്നും എപ്പോഴും. അവൻ്റെ കൈവെളിയിൽ പതിയെ മുത്തിയാണ് അവളതിന് മറുപടി ചെയ്തത്. തൊണ്ടയിലേക്ക് ഒരു ഗദ്ഗതം തികട്ടി വന്നവന് ആൾ വിട്ടുമാറാൻ തുടങ്ങുമ്പോഴാണ് എബിക്കാരുടെയോ കോള് വന്നത്. ഈ നേരത്തെ ആരെന്നോർത്ത് അറിയാത്ത നമ്പറിലേക്ക് നോക്കി അല്പ ആശങ്കയോടെയാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തത്. എബിൻ, നീ സൂക്ഷിക്കണം. അവർ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. ഞാൻ കിതപ്പോടെ തളർച്ചയോടെ കേൾക്കുന്ന ശബ്ദത്തിൽ എന്താ ആരായെന്നറിയാൻ ഞെട്ടിലോടെ നിൽക്കുന്ന എബിയെ കണ്ട് വജ്രയുടെ മനസ്സും പരിഭ്രമപ്പെട്ടു. അതവളുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു. നിങ്ങൾ ആരാ? പരിഭ്രമിച്ചുകൊണ്ടായി ചോദിക്കുമ്പോൾ മറുപുറം നിൽക്കുന്നവൻ ഓടുകയാണെന്നും അവനെന്തോ വല്ലാത്ത ഭയത്തിലാണെന്ന് എബിക്ക് മനസ്സിലായി. കിതപ്പിന്റെ ശക്തി ഉറഞ്ഞപ്പോൾ ഓട്ടം അവസാനിപ്പിച്ച് അയാൾ എവിടെയോ നിന്നുവെന്നും മനസ്സിലായി. എന്നോട് പൊറുക്കെ ബി. ഞാൻ കാരണം തനിക്ക് ഇങ്ങനെയൊക്കെ. കിതപ്പ് ഇടർച്ചയും നേരിയ കരച്ചിലും കടന്ന് പുറത്തെത്തിയ വാക്കുകൾ പൂർത്തിയാക്കും മുന്നേ എബിക്ക് ആളെ മനസ്സിലായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അടക്കി പിടിച്ച ദേഷ്യവും സങ്കടവും കൊണ്ട് ഉറച്ച എബിയുടെ കയ്യിൽ പേടിയോടെ വജ്രയുടെ പിടിയമർന്നു. അവൻ കണ്ണിറുക്കി അടച്ച് തുറന്ന് ശാന്തമാക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭാര്യയെയും മണിക്കൂറുകൾ പ്രായമുള്ള ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു എബി. പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ നേരെ എൻ്റെ കയ്യിൽ എനിക്കെൻ്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. അവർക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കബി. ചെയ്തു പോയതാ, ഞാൻ നിസ്സായതോട് ചെയ്തു പോയതാ. അയാൾ അടക്കി പിടിച്ച് കരയാണെന്ന് അവന് മനസ്സിലായി. കലുഷിതമായി പോയി മനസ്സ്. സൂക്ഷിക്കബി, അവര് നിന്നെ പറഞ്ഞു മുഴുവനാക്കാൻ കഴിയും മുമ്പേ എതിരെ വജ്രക്ക് വേബിക്കാരിയിലേക്ക് അതിവേഗത്തിൽ ഒരു ജിപ്സി വന്ന് നിന്നു. ഭയന്നും അന്താളിച്ച് ഞെട്ടിന്ന് പോയി ഇരുവരും. എന്താണ് സംഭവിക്കുന്നതെന്ന് ക്ലിയർ ആവും മുന്നേ വജ്രയേബിനെയും ജിപ്സിയിൽ നിന്നിറങ്ങിയ ആരോഗ്യദൃഢരായ ഗുണ്ടകളെന്ന് വിളിച്ചു വന്ന് 2-3 പേർ വലിച്ചകത്തേക്ക് ഇട്ടു. അലർച്ചയോടെയാണ് പ്രണവിന്റെ ശബ്ദം അവർക്ക് നേരെ ഉയർന്നതും ആ വാഹനത്തിനേക്കടുത്ത് അവൻ ഓടി അടുത്തതും. ഇവനേതാടാ? കൂട്ടത്തിലൊരുത്തൻ ചീറിക്കൊണ്ട് സഹായികളോട് ചോദിക്കുന്ന നേരം സർവ്വശക്തിമെടുത്ത് ജിപ്സി പിന്നാലെ ഓടി വരികയായിരുന്നു പ്രണവ്. രാവിലെ ഇവളോടൊപ്പം കണ്ടിരുന്നു. അറിയില്ല ആരാണെന്ന്. പാണിയാവൂലാശാനെ വലിച്ചകത്തിട നാശത്തിന് കൂടി. ഇപ്പൊ ഒരു വെട്ടവുത്ത് നടത്താനുള്ള ടൈമില്ല. ആൾക്കാരും പോലീസും ചേർന്ന കണക്കൂട്ടുകൾ മുഴുവൻ തെറ്റും. ബയ്യ പിന്നെ വെച്ചേക്കില്ല. വണ്ടി റിവേഴ്സ് എടുത്ത് ബാക്ക് ഡോർ തുറന്ന് പ്രണവിനെയും വലിച്ചഴിച്ച് കയറ്റുമ്പോൾ ബോധമറ്റ് കിടക്കുന്ന വജ്രയേബിയാണ് അവൻ കാണുന്നത്. ഞെട്ടിലോട് അലറി വിളിച്ചവർ ഉണർത്താൻ ശ്രമിക്കും മുമ്പേ നാസാരന്ധ്രങ്ങളിൽ ഏതോ ഗന്ധം തുളച്ചു കയറി. ക്ലോറോഫോം ആയിരുന്നു. പതിയെ പ്രണവ് കൂടി ബോധരഹിതനായി സീറ്റിലേക്ക് കുഴഞ്ഞു വീണു. തലയിലേക്ക് ഏതോ ഭാരം അമർന്നു വരുന്നു. കണ്ണുകളിലേക്ക് എന്തോ പുളിപ്പ് പടരുന്നു. കൊട്ടിയടച്ച കാതുകൾ തുളഞ്ഞു കയറും വിധം വായു തള്ളിക്കയറി അസഹ്യമായ വേദന തോന്നി. ഒരിറ്റ് ശ്വാസം ആഞ്ഞെടുത്തു പോയി. തലച്ചോറിലേക്ക് ഒരു വൈബ്രേഷൻ പാഞ്ഞു കയറിയ പോലെ മുഖമൊന്ന് കുടഞ്ഞു. കണ്ണുകൾ പതിയെ പതിയെ ഭാരം വലിച്ചു കയറും പോലെ ശ്രമപ്പെട്ട് തുറന്നു തുടങ്ങി. അവ്യക്തമായ കാഴ്ച നിമിഷങ്ങൾക്കുള്ളിൽ വ്യക്തമായ ദൃശ്യമായി മാറിയതും കഴിഞ്ഞുപോയതെല്ലാം മിന്നൽ പിണർ പോലെ ശിരസിലേക്ക് തുളഞ്ഞു കയറി. വജ്ര, എബിയുടെ തളർച്ചയോടെയുള്ള വിളികേട്ടാണ് മയക്കത്തിൽ നിന്നുണരുകയായിരുന്നവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ബോധ മനസ്സിലേക്ക് പാഞ്ഞെത്തിയത്. എബി കണ്ണുറന്നപ്പോൾ കാണുന്ന കാഴ്ച തലച്ചോറ് സ്വീകരിക്കുകയും സംഭവിച്ച എന്താണെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ ഭയന്ന് വിറച്ച് ഇടർച്ചയോടെ വിളിച്ചുകൊണ്ട് കരഞ്ഞു പോയവൾ. വേദനയോടെയുള്ള ഞരക്കം കേട്ടപ്പോൾ ശബ്ദം തിരിച്ചറിഞ്ഞതും നിറകണ്ണുകളോട് അതുവരെ പരസ്പരം നോക്കിയിരുന്നവർ വേവലാതിയോടെ ആശങ്കയോടെ ആ ഭാഗത്തേക്ക് നോക്കി. കാട്ടുവളികൾ കൊണ്ട് കൈ രണ്ടും പുറകിലേക്ക് വരിഞ്ഞു കിട്ടിയത് മുറുകി അങ്ങിങ്ങായി ഉരഞ്ഞു പൊട്ടിയ കഠിനമായ വേദന കിടന്നു പൊളയുന്ന പ്രണവ് അവരൊന്നിച്ച് വിളിച്ചു. മനസ്സും ശരീരം ഒരുപോലെ വേദനിക്കുന്നു. എബിയുടെ കണ്ണിൽ നിന്ന് നിലയ്ക്കില്ലെന്ന പോലെ കണ്ണീര് ഒഴുകി തുടങ്ങിയിരുന്നു. താൻ ഒരാൾ കാരണം പ്രിയപ്പെട്ട രണ്ടുപേരും ഒരു തെറ്റും ചെയ്യാതെ തനിക്കൊപ്പം എത്ര വലിയ അപകടത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ ഉടലോടെ എരിയുന്ന പോലെ, വെന്തു വെണ്ണീറാവും പോലെ. വജ്രയുടെ വിതുമ്പിൽ എബിയുടെ ഡാ എന്ന ഇടർച്ചയോടെയുള്ള വിളിയും കേട്ട് നിരങ്ങി നീങ്ങി അവൻ അവർക്ക് അഭിമുഖമായി തിരിഞ്ഞിരുന്നു. തൻ്റെ അതേ അവസ്ഥയിൽ കൂനി കൂടിയിരിക്കുന്ന ഇരുവരെയും കണ്ട് നെറ്റി വിളിച്ച് കണ്ണിറുക്കി അടച്ചു തുറന്നു. ഞാൻ കാരണം എല്ലാവരും, ഞാൻ കാരണം നിങ്ങളെ കൂടി.
അതും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളിൽ പതഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ തന്നോട് തന്നെയുള്ള വെറുപ്പോടെ കുത്തിവെച്ച മുട്ടുകാലിൽ എബി അവന്റെ തല തുടരെ കുത്തുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് എബി എന്ന് നേർമയായി വിളിച്ച് വജ്ര കരയുമ്പോൾ പ്രണവിന്റെ മനസ്സിലെ സംഘർഷം മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു. അങ്ങേയറ്റത്ത് ദേഷ്യത്തോടെ അതിലേറെ തളർച്ചയോടെ പ്രണവ് അടക്കി പിടിച്ച് മുരണ്ടു. തല ഉയർത്തി നോക്കിയ എബിയുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. വജ്ര തേങ്ങലോടായിരുന്നെന്ന് പറയും പോലെ മുഖം ചലിപ്പിച്ച് വിതുമ്പുന്നുണ്ട്. പ്രണവിന്റെ മുഖം വലിഞ്ഞ് മുറുകിയിരിക്കുന്നു. എങ്കിലും തന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നീർക്കണം ആ കണ്ണുകളിൽ എബിക്ക് കാണാമായിരുന്നു. ഈ എബിൻ മാത്യൂസിനെ പരിചയം എനിക്ക്. ഞാൻ കണ്ടിട്ടുള്ള എബിൻ ഒരു പേടിത്തൊടനല്ല, ചങ്കൂറ്റവും നട്ടലും വാടക്കെടുത്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. പുറകിലേക്ക് വരിഞ്ഞു കിട്ടിയ കൈകൾ ശക്തിയിൽ ഒരിക്കൽ കൂടി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പല്ലിയരിച്ച് പറഞ്ഞ പ്രണവിനെ എബി നിസ്സംഗതയോടെ നോക്കി. ശേഷം വജ്രയെയും. ആളുടെ അവസ്ഥ കണ്ട് നെഞ്ചിലേതോ മിന്നൽ കതിരുകൾ തുളഞ്ഞു കയറിപ്പോയി. കണ്ണീരൊഴുകി വീണ് നെഞ്ച് നനഞ്ഞിട്ടുണ്ട്. കൺപീലികൾ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പാതിച്ചത്ത പോലെ ക്ഷീണം അവളെ തളർത്തിയിട്ടുണ്ട്. ചുറ്റും കാണുന്ന അന്തരീക്ഷം അവളെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് കിതക്കുന്ന ശ്വാസവും പായുന്ന കൃഷ്ണമണികളും വിളിച്ചോതുന്നു. ഏതോ കാട്ടിലാണ് തങ്ങളെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത്. സൂര്യരശ്മികൾ വന്ന് പതിച്ച് മുഖം നേരിയ തോതിൽ മാത്രം കാണാവുന്ന തരത്തിൽ വെട്ടം പരന്നുടങ്ങിയാണ്. പ്രണവിനെ നോക്കി ഉള്ളിലെ കുറ്റബോധവും സങ്കടവും അവനോട് തന്നെയുള്ള അമർഷവും കൊണ്ട് മുഖം അലസമായി തിരിക്കുമ്പോൾ രക്ഷപ്പെടാനൊരു പഴുത് ജീവപ്രാണത്തോടെ തേടുന്നുണ്ടായിരുന്ന എബിയുടെ തലച്ചോറ്. മരണം വരെ ഇവളെ സംരക്ഷിച്ചോളൂ എന്ന് നീ വാക്ക് തന്നിട്ടുണ്ട് എനിക്ക്. അത് പാലിക്കാൻ നോക്കാതെ ഇവിടെ കിടന്ന് ഷോ കാണിച്ച് ഇവിടെ മേലെ അവന്മാരുടെ നോട്ടം പോലും പതിച്ചാ പൊന്നുമോനെ, നീ അവരുടെ കൈ കൊണ്ടല്ല എൻ്റെ കൈ കൊണ്ട് തീരും. കിടന്ന് മോങ്ങുന്നവൻ. കീതപ്പോടെ കണ്ണിൽ കലിയോടെ തന്നെ നോക്കി മുരളുമ്പോൾ എബിക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു അത് തനിക്കുള്ള പ്രണവിന്റെ പറയാതെ പറഞ്ഞ ധൈര്യം പകരലാണെന്ന്. ചോർന്നു പോകുന്ന ആത്മവിശ്വാസം കൈവിടിക്കാതെ കൈവെള്ളയിലേക്ക് ചേർത്ത് നിർത്താനുള്ള അവന്റെ പരിശ്രമമാണെന്ന്. ദീർഘശ്വാസമെടുത്ത് കണ്ണുകൾ അടച്ചു തുറന്ന് പ്രണവിനെ എന്നവൻ നോക്കി. എൻ്റെ ജീവൻ പോയിട്ട് അവളെയോ നിന്നെ അവരാരെങ്കിലും തൊടൂ. ഞാൻ അവസാനിച്ചാലും എൻ്റെ വജ്രക്കൊരു പോറൽ പോലെ ഏൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രണവ്. നീ കൂടെയില്ലേ? ചങ്കിലൊരു ഗദ്ഗതം വന്നടിഞ്ഞപ്പോൾ എബിക്കൊരു മറുപടി എടുക്കാതെ മുഖം തിരിച്ചു പ്രണവ്. എബി ആണെങ്കിൽ അവനെ തന്നെ നോക്കി കണ്ണിമ പോലും ചലിപ്പിക്കാതെ ഇരിക്കുന്നു. ഇടയ്ക്ക് വജ്രയിലേക്ക് ദൃഷ്ടി മാറ്റി തന്റെ കണ്ണുകളിലേക്ക് നോക്കി വിതുമ്പുകയാണ് അവൾ. നിസ്സഹായതയോടെ എന്ത് ചെയ്യും എബി എന്ന് ചോദിക്കും പോലെ അവനൊന്ന് കണ്ണുകളടച്ച് ശ്വാസം നീട്ടിയെടുത്തു. തങ്ങളെ സഹായിക്കാൻ സ്വയം തീയിലേക്ക് എടുത്തിയാടി നിൽക്കുന്ന പ്രണവിനെ ഓർക്കും തോറും നെഞ്ചിലാകെ ഭാരം വന്ന് മുറുകുന്നു. എന്തായാലും പെട്ടു. ജീവിക്കോ മരിക്കോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് മരിച്ചാലും വേണ്ടില്ല. ഇവന്റെ അടിവേര് പറിച്ചിട്ട് ജീവൻ കളയാവുന്ന ഉറപ്പിച്ചു ഞാൻ. വജ്രയ്ക്കൊന്നും പറ്റരുത്, നിനക്കും. അതേ ഉള്ളിപ്പ് എന്റെ മനസ്സിൽ. എങ്ങോ നോക്കി വല്ലാത്തൊരു ധൈര്യത്തോടെ പറഞ്ഞ പ്രണവിനെ എബി നിറഞ്ഞ സ്നേഹത്തോടെ നോക്കി. ആൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന സ്നേഹത്തിൽ ഒരു തുള്ളിയെങ്കിലും തനിക്ക് പകർന്നു തരാൻ പ്രണവിന്റെ ഹൃദയം സമ്മതിച്ചിരിക്കുന്നു. അതാണ് ഈ വാക്കുകളുടെ ധ്വനി. മുഷ്ടി ചുരുണ്ടു. ചുണ്ടിൽ നേർമയോടെ ചിരി തെളിഞ്ഞു. തളർച്ചയില്ലാതായതുപോലെ ഉള്ളിൽ പെരുകുന്ന ധൈര്യത്തെ എബി അറിഞ്ഞു. ശ്വാസം മാഞ്ഞെടുത്ത് കണ്ണുകൾ ചുറ്റും പായിച്ചു. ആഗ്രഹിച്ചതെന്തോ കണ്ടെത്തിയ മാത്രയിൽ അവന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പുതുനാളം തെളിഞ്ഞു. വാശിയിൽ, ദേഷ്യത്തിൽ, ധൈര്യത്തിൽ നഷ്ടപ്പെട്ട ഊർജം ബുദ്ധി സ്വീകരിച്ചു തുടങ്ങി. ആഹാ, ഞങ്ങളുടെ വിശിഷ്ടാതിഥികളൊക്കെ എഴുന്നേറ്റോ? ഒരു സുലൈമാനി എടുക്കട്ടെ. നെരുങ്ങി നീങ്ങാൻ തുടങ്ങിയിരുന്ന എബി പൊടുന്നതിനെ തലയിരിച്ച് നോക്കി. വജ്ര ഭയന്നുകൊണ്ടാണ് തല ഉയർത്തിയത്. തങ്ങളെ തടവിലായി കൊണ്ടുവന്നവരാണ് മുമ്പിൽ വന്ന് നിൽക്കുന്ന ബോധ്യത്തോടെ കലിയോടെയാണ് പ്രണവ് വെട്ടിത്തിരിഞ്ഞു നോക്കിയത്. 3-4 പേരുണ്ട്. ചെമ്പുമുടിയും ഷർട്ടിന്റെ മുകളിൽ തണുപ്പിനകറ്റാനെന്നോണം ഓവർകോട്ടൊക്കെ ഇട്ട് ഉത്തരേന്ത്യക്കാരെന്നോണം രൂപഭാവമുള്ള അവരുടെ ചുണ്ടുകളിൽ ഇരകളെ കിട്ടിയ വേട്ടക്കാരുടെ ഗൂഢമായ ചിരിയുണ്ടായിരുന്നു. നിങ്ങൾ ആരാ എന്താ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നീ ചോദിക്കില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മിസ്റ്റർ എബിൻ തോമസേ. അതുകൊണ്ട് അതൊന്നും നീട്ടി വലിച്ചു പറഞ്ഞ് ലാഗടിപ്പിക്കാതെ ഇങ്ങോട്ട് നിന്നെയൊക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കാര്യം നേരത്തെ അങ്ങ് പറഞ്ഞേക്കാം. ഉത്തരം സത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം. ഒരിറ്റു ദയ പ്രതീക്ഷിക്കരുതെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സത്യം നീ പറഞ്ഞിട്ടില്ലേ? ഒന്ന് നിർത്തി ശൗര്യം പൂണ്ടി വരക്കുന്ന എബിയുടെ കണ്ണുകളിലേക്ക് നോക്കി മുഖത്തേക്ക് മുഖമടുപ്പിച്ചയാൾ പതിയെ ചിരിച്ചു. വന്യമായ ചിരി. നിന്റെയോ ദേ അവൻ്റെയോ ശരീരത്തിൽ നിന്നൊരു തുള്ളി ചോര പോലും പൊടിയില്ല. പകരം ആളിൽ നിന്ന് മുഖം തിരിച്ച് വശ്യമായ ചിരിയോടെ അപ്പുറത്തിരിക്കുന്ന വജ്രയുടെ അരികിലേക്ക് ഇരുന്നു അയാൾ. എബിയുടെ പെരുവിരിൽ നിന്ന് ശിരസിലേക്ക് പാഞ്ഞു കയറിയ കലി ആ ഒരു സെക്കൻഡിൽ അവന്റെ തലയിറക്കാൻ പാകത്തിലൊരു വജ്രായുധം തന്നെ രാഗി മിനിക്കെടുത്തി കഴിഞ്ഞിരുന്നു.
പ്രണവിന്റെ ശ്വാസത്തിൽ പോലും ദേഷ്യത്തിന്റെ അലയുരുകൾ വേലിയേറ്റം സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി. അവന്റെ മുഷ്ടിയുരുണ്ടു. എബിയോട് നേരത്തെ പറഞ്ഞ തന്റെ വാണിംഗ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദയിപ്പിക്കും പോലെ അവനെ ഒന്ന് നോക്കി പ്രണവ്. വജ്രയാണെങ്കിൽ അരികിലിരിക്കുന്നവന്റെ സാമീപ്യത്തിൽ പുഴുവരിക്കുന്ന അറപ്പോടെ അയാളോടുള്ള ഭയത്തോടെ നിരങ്ങി നീങ്ങാൻ ശ്രമിക്കുകയാണ്. അതിനനുസരിച്ച് അവനും നീങ്ങുന്നു. മരത്തിൽ തട്ടി ഇനി അങ്ങോട്ട് നീങ്ങിപ്പോവാനില്ലെന്ന് മനസ്സിലാക്കി ഭീതിയോടെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ചെരിഞ്ഞിരുന്ന് മുഖം ആ മരത്തിലേക്ക് അമർത്തി വെച്ചു. ആമാരുടെ വഷളം ചിരി ഉയർന്നു കേട്ടു. എബിയുടെ കണ്ണുകൾ വജ്രയുടെ അരികിലിരിക്കുന്നവന്റെ മുഖത്ത് തന്നെയാണ്. നിന്റെ ഒക്കെ വിലപ്പെട്ട നിധിയല്ലേടാ ഇവള് വജ്ര. ആ എന്താ ഒരു പേര്, അതുപോലെ തന്നെ ആളും കണ്ട കണ്ണെടുക്കാൻ നോക്കാൻ തോന്നും. വജ്രം പോലെ. അതേ, ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ഇവളെ ഞാനങ്ങ് സ്നേഹിക്കും, ഒരിക്കലും മറക്കും. ആളുടെ മൊഴികളിലേക്ക് മുഖം ചരിച്ച് വശ്യമായ ചേഷ്ടകളോടെ ആളുടെ ഗന്ധം ആവായിച്ച് അവനത് പറഞ്ഞു തീരും മുമ്പേ പാതിയിരുട്ടിൽ അവരെ തിരഞ്ഞുകൊണ്ടിരുന്ന കരിങ്കൽ കഷ്ണം കെട്ടിവെച്ച് 2 കാൽ കൊണ്ട് ഇറക്കി പിടിച്ച് അവന്റെ അടിനാവി നോക്കി ആഞ്ഞു കുത്തിയിരുന്ന എബി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.